ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിനെ കുറിച്ചാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോൺ റിക്കറിംഗ് ആൻഡ് റെഡ്യൂവബിൾ ആയിട്ടുള്ള ഐറ്റംസിനെയാണ്. അതായത് എപ്പോഴും സംഭവിക്കുന്നതല്ല, പക്ഷേ നമുക്ക് റെഡീം ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഐറ്റംസിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ റവന്യൂ ബഡ്ജറ്റ് പോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിലും ക്യാപിറ്റൽ റെസീപ്റ്റ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. അപ്പൊ ഈ ക്യാപിറ്റൽ റെസീപ്റ്റ് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ക്യാപിറ്റൽ റെസീപ്റ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സും രണ്ടാമത്തേതാണ് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സും. അപ്പൊ ഈ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഗവൺമെന്റ് എടുക്കുന്ന പല രീതിയിലുള്ള ലോൺസുകളെയാണ്. അതായത് ഗവൺമെന്റിന് പലപ്പോഴും പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ലോൺസ് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ RBIയുടെ കൈവശത്ത് നിന്ന് ലോൺ എടുക്കാറുണ്ട്, ഫോറിൻ കൺട്രീസിന്റെ കൈവശത്ത് നിന്ന് ലോൺ എടുക്കാറുണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ റൈസ് ചെയ്യുന്ന എല്ലാ ലോൺസിനെയാണ് നമ്മൾ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് നമ്മൾ വെക്കുക. ഇനി നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സിന്റെ സൈഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പം ഗവൺമെന്റിന് പലപ്പോഴും പല രീതിയിലുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വഴി ഈ വരവുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചില ഫണ്ടുകളെ റൈസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2020 എയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനീനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു, അതിൽ നിന്നുള്ള ഷെയർസിനെ സെല്ല് ചെയ്തുകൊണ്ട് ഫണ്ട് സ്വരൂപിക്കുന്നു. അപ്പം ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഗവൺമെന്റ് മുൻകാലങ്ങളിൽ കൊടുത്തിരുന്ന ലോൺസിനെ റിക്കവർ ചെയ്യുന്നു. അതായത് ചിലപ്പം ചില കൺട്രീസിനോ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾക്കോ കൊടുത്തിരുന്ന ലോൺസിനെ അവർ റീപേ ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു രീതിയിലുള്ള ചെലവായിട്ടാണ് ആ പർട്ടിക്കുലർ ഇയറിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള റിക്കവറി ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസിനെയും നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി എന്താണ്, ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സിനെ നമ്മൾ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ടും നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് നമ്മൾ പറയുക. അപ്പൊ പലപ്പോഴും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെന്റിന് ഒരു ലോങ് ടേം അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് വഴി ഗവൺമെന്റിന് പ്രോഫിറ്റോ ഡിവിഡൻഡോ ലഭിക്കുന്ന രീതിയിലുള്ള ചെലവുകളെയാണ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുക. അപ്പൊ ഇതിൽ തന്നെയാണ് പലപ്പോഴും ഗവൺമെന്റ് കൊടുക്കുന്ന, സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ലോൺസിനെ ഇവിടെ എന്താണ്, ഒരു എക്സ്പെൻഡിച്ചർ ആണ്. അപ്പം സ്റ്റേറ്റുകൾക്ക് ഒരു ലോൺ കൊടുക്കുന്നു, അതെന്താണ്, ഫ്യൂച്ചറിൽ അത് റീപേയ്മെന്റ് തരുന്നതാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെലവുകൾ എവിടെയാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിലെ ക്യാപിറ്റൽ റെസീപ്റ്റ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ക്യാപിറ്റൽ റെസീപ്റ്റ്സിനെ നമ്മൾ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ടും നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബയോയിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നോ ചാനലിന്റെ ലിങ്ക് എടുക്കാവുന്നതാണ്. താങ്ക്